ഹായ് ഓൾ. നമ്മുടെ വീഡിയോസിൽ റോബോട്ടിക്സിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള റോബോട്ടുകളെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജികളെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്കിന്ന് കുറച്ച് ആക്ച്വൽ റോബോട്ടുകളെ പരിചയപ്പെടാം. അതായത് ആ റോബോട്ടുകൾ റിയൽ ആയിട്ട് കണ്ടിട്ട് അതിനകത്ത് എന്തൊക്കെ ടെക്നോളജീസാണ് ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മളിന്നുള്ളത് UWR കൊച്ചി ഓഫീസിലാണ്. ആദ്യമായിട്ട് നമുക്കൊരു സെലിബ്രിറ്റി റോബോട്ടിനെ തന്നെ പരിചയപ്പെടാം. ഈ റോബോട്ട് ആക്ച്വലി കേരളത്തിലെമ്പാടും എല്ലാവർക്കും അറിയാവുന്ന ഒരു റോബോട്ടാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഇതിനകത്ത് സ്പൈക്കുട്ടനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള മസ്തിഷ്കമരണം എന്ന് പറയുന്ന സിനിമയിൽ അടുത്ത് അഭിനയിച്ചിട്ടുള്ള വളരെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു റോബോട്ടാണ്. ആ റോബോട്ടിനെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ആക്ച്വലി യൂണിട്രി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ക്വാഡ്രപ്പോഡ് സീരീസിൽ വരുന്ന ഒരു റോബോട്ടാണ്. ഇത് ശരിക്കും ഒരു ഇന്ത്യൻ റോബോട്ടല്ല. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഒരു ഇന്ത്യൻ റോബോട്ടാണെന്നുള്ളതാണ്. കഴിഞ്ഞ AI സമ്മിറ്റിലൊക്കെ വളരെ വിവാദമായിട്ടുള്ളതും ഈ റോബോട്ടിനെ വെച്ചിട്ടായിരുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിവാദമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ എന്താ പറയുക അക്രഡിറ്റേഷനെ തന്നെ ബാധിച്ചിട്ടുള്ള പല വിവാദങ്ങളും ഉണ്ടായതിന് കാരണക്കാരനായിട്ടുള്ള ഒരു റോബോട്ടും കൂടിയാണിത്. ഇവൻ്റെ ശരിക്കും ഒറിജിൻ എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയിലെ യൂണിട്രി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, ഒരു കമ്പനിയാണ് ആക്ച്വലി ഈ റോബോട്ടിനെ നിർമ്മിച്ചിട്ടുള്ളത്. അവർ തന്നെ ഇതിൻ്റെ പല സീരീസുകൾ ഇറക്കുന്നുണ്ട്. യൂണിട്രി എജു, യൂണിട്രി എയർ, ഗോ2 എന്നൊക്കെ പറയുന്ന പല സീരീസുകൾ ഇറക്കുന്നുണ്ട്. പ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് പല സീരീസുകൾ ഇറക്കുന്നുണ്ട്. ഇത് ആക്ച്വലി അതിൻ്റെ പ്രോ വേർഷനിൽ വരുന്ന ഒരു റോബോട്ടാണ്. ഇതിൻ്റെ കേപ്പബിലിറ്റീസിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വാഡ്രപ്പോഡ് റോബോട്ട്സ് ബേസിക്കലി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പല ടെറൈനുകൾ ആക്ച്വലി ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മളൊരു AMR റോബോട്ട്, അതായത് ഒരു വീൽസിൽ ഓടുന്ന റോബോട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റോബോട്ടുകൾക്കൊരു ഒരു പരന്ന ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയിലൂടെ മാത്രമേ സഞ്ചരിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഹ്യൂമനോയിഡ് റോബോട്ടുകളുണ്ട്, 2 കാലിൽ നടക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടുകളുണ്ട്. അപ്പോൾ ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെയും ഒരു മോഷൻ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷെ ഇപ്പോൾ അത് വളരെയധികം ഡെവലപ്ഡ് ആയിട്ട് വരുന്നുണ്ട്. മൾട്ടിപ്പിൾ ടെറൈൻസ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ആക്ച്വലി ഇതിൻ്റെ ഈ ഡോഗിൻ്റെ രൂപം അതേപോലെ തന്നെ ഈ 4 കാലും ഉള്ളതുകൊണ്ട് ഇതിൻ്റെ സ്റ്റെബിലിറ്റി വളരെ ഹൈ ആണ്. ഹ്യൂമനോയിഡ് റോബോട്ടുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലായിട്ട് സ്റ്റെബിലിറ്റി ഉള്ള ഒരു റോബോട്ടാണ് ഇത്. ഇതിൻ്റെ 4 കാലുകൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇവിടെ ബേസിക്കലി ഒരു മോട്ടർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ 4 മോട്ടറുകളാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. എല്ലാ കാലുകൾക്കും ഓരോ മോട്ടർ വീതം ഇവരിതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു റൊട്ടേറ്റിംഗ് ഒരു ഡിവൈസ് കാണാം. ഇത് ബേസിക്കലി ഇതിൻ്റെ സെൻസറാണ്, ലിഡാർ സെൻസർ എന്നൊക്കെ പറയും. ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിളുകൾ ഉണ്ടോ, മുമ്പിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ വിഷ്വൽസ് എടുക്കാനായിട്ട് ക്യാമറ കാര്യങ്ങൾ കാണാം. ഇത് വിഷ്വൽസ് എടുക്കാൻ വേണ്ടി മാത്രമല്ല, ഈ ക്യാമറ യൂസ് ചെയ്തിട്ടും ഇതിന് സെൻസ് ചെയ്യാൻ പറ്റും മുമ്പിൽ എന്താണ് ഉള്ളത് എന്നുള്ളതൊക്കെ ഉള്ളത്. ആൻഡ് ഇപ്പോൾ യൂണിട്രിയുടെ റോബോട്ടുകളിലൊക്കെ AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് ഇതിനാളെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും, ഫേസ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് പറ്റും. ആൻഡ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ജെറ്റ്സൺ പ്രോസസ്സിംഗ് ബോർഡാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇതിൻ്റെ ബാറ്ററീസ് ആക്ച്വലി നമുക്ക് ഊരിയെടുത്തിട്ട്, ഇത് ബാറ്ററിയിൽ റൺ ചെയ്യുന്ന റോബോട്ടാണ്. ഈ ബാറ്ററീസ് നമുക്ക് ഊരിയെടുത്തിട്ട് ഇതിനെ നമുക്ക് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് റിമൂവബിൾ ബാറ്ററിയാണ്. അപ്പോൾ എന്താ പറയുക, മൾട്ടിപ്പിൾ ബാറ്ററീസ് ഉണ്ടെങ്കിൽ ഓരോ ബാറ്ററി കഴിയുമ്പോൾ തന്നെ നമുക്ക് അടുത്തൊക്കെ വെച്ചിട്ട് നമുക്കിതിനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ യൂണിട്രി ഗോ2 റോബോട്ടിൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് 4 ഇതിൻ്റെ മോട്ടേഴ്സ് വരുന്നത്. ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷനിൽ, ഈ ഹെഡ് പോർഷനിലാണ് ഇതിൻ്റെ സെൻസേഴ്സ് എല്ലാം വരുന്നത്. ഇതാണ് അതിൻ്റെ ലിഡാർ സെൻസർ. ഇവിടെ അതിൻ്റെ ക്യാമറ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഇവിടെ 2 ഗ്രീൻ LED ഇൻഡിക്കേഷൻസ് കാണാം. ഇത് ഇതിൻ്റെ ബാറ്ററി ഇൻഡിക്കേഷൻസ് ആണ്. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ബാറ്ററി. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിതിൻ്റെ BMSഉം ഇതിൻ്റെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ പ്രോസസ്സിംഗ് ബോർഡുകളും കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ എന്തിനാണ് ഇവിടെ UWRൽ ഇതിനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളൂടെ പറയാം. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വാഡ്രപ്പോഡ് റോബോട്ടിനെ കൊണ്ട് നമുക്കുള്ള ഉപയോഗം? ഒരു എന്താ പറയുക, പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് വലിയ ഉപയോഗങ്ങളൊന്നും ഇതിനെ പറ്റിയില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടനത്തിലും സിനിമയിലൊക്കെ ആണെങ്കിൽ പോലും കുറേ അധികം ക്യാപ്പബിലിറ്റീസ് ഉള്ള ഒരു റോബോട്ടാണിത്. ഇതിനെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ടെറൈൻസ് ആക്സസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുള്ളത് കൊണ്ട് തന്നെ ഇതിന് പല ഡിഫൻസ് പർപ്പസുകൾക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിന് ആക്ച്വലി പേലോഡ് ക്യാരി ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. നമുക്കിതിൻ്റെ മുകളിലൊരു റെയിൽ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അത് അങ്ങനെ വരുന്ന മോഡലുകളുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് പേലോഡ് സെറ്റ് ചെയ്യാം. അതായത് വെയിറ്റ് ക്യാരി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇതിനുണ്ട്. ബിക്കോസ് ഇതിൻ്റെ മോട്ടോഴ്സ് ആക്ച്വലി അത്യാവശ്യം ടോർക്കി ആയിട്ടുള്ള മോട്ടോഴ്സാണ്. ഇപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾ
പ്രീസെറ്റ് ആയിട്ടുള്ള ഓൾറെഡി ഇതിനകത്ത് തന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ക്യാപ്പബിലിറ്റീസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് ജമ്പ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്, 2 കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. അത് ഈ ഫ്രണ്ടിൽ 2 കാലിലും നിൽക്കാം, ബാക്കിൽ 2 കാലിലും നിൽക്കാം. അതേപോലെ തന്നെ ഡയഗണലായിട്ടും 2 ലെഗ് ഉപയോഗിച്ചിട്ടും അതിന് നിൽക്കാനുള്ള ക്യാപ്പബിലിറ്റീസ് ഉണ്ട്. ഇത് എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു റോബോട്ടാണ്. അപ്പോൾ ആ മോട്ടേഴ്സിന് ബേസിക്കലി അത്രയും വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിന് പുറമെ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇനിയും വെയിറ്റുകൾ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ചൈനയിലൊക്കെ ബേസിക്കലി ഇതിനെ മിലിറ്ററി പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടാതെ ആക്ച്വലി ഇതിൻ്റെ മുകളിൽ നമ്മുടെ എന്താ പറയുക ഗണ്ണൊക്കെ വെച്ചിട്ടുള്ള ആർമേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ബേസിക്കലി ആ ഒരു റീകോയിൽ പോലും എഫക്റ്റീവായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് സ്വയം കാലിബ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ബോട്ടാണ് ആക്ച്വലി ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷനൊക്കെ ഇതിനെക്കാട്ടിലും കൂടുതൽ ക്യാപ്പബിലിറ്റീസ് വരുന്നതാണ്. പിന്നെ ഇതിനകത്ത് നമ്മളിപ്പോൾ ഇതിനെ പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു ഓട്ടോണമസ് ക്യാപ്പബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലുള്ള കുറച്ച് പരിപാടികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ഇപ്പോൾ ഇത് ജമ്പ് ചെയ്യുന്നതും കാലിൽ നിൽക്കുന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നതാണ് ഇതിനെ. അതായത് നമുക്ക് റിമോട്ട് ഉപയോഗിച്ചിട്ടും മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടും ഇതിനെ കൺട്രോൾ ചെയ്യാം. മിലിറ്ററിയുടെ തന്നെ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് പുറമെ നമുക്കിതിനെ പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫീച്ചർ ആക്ച്വലി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫംഗ്ഷനാലിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ റോബോട്ടിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് നമ്മുടെ വോയിസ് കേൾക്കാനും AI ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ക്യാപ്പബിലിറ്റീസും കൂടെ ഇതിനുണ്ട്. നമുക്ക് ഈ റോബോട്ടിനോട് സംസാരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്കൊരു പേരിട്ടിട്ട് വിളിക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഇതിനോട് പറയാം ഗോ ടു റൂം നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ഇത് മാപ്പ് ചെയ്തിട്ടുള്ള മാപ്പ് പ്രകാരം ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഏതാണ് റൂം നമ്പർ 2. നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്യാം ഏതാണ് റൂം നമ്പർ 2, ഏതാണ് റൂം നമ്പർ 3 എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനോട് പറയുകയാണ് ഗോ ടു റൂം നമ്പർ 3 എന്ന് പറയുമ്പോൾ ഇത് ബേസിക്കലി ഐഡൻറ്റിഫൈ ചെയ്യും ആ മാപ്പിൽ ഇപ്പം അത് നിൽക്കുന്ന പോയിന്റിൽ നിന്ന് റൂം നമ്പർ 2 പോകേണ്ട പാത്ത് ഏതാണ്. അപ്പോൾ അങ്ങനത്തെ പാത്ത് പ്ലാനിങ്ങുകൾ എങ്ങനെ ചെയ്യാം. ഇത് ചിലപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ചില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മേ ബി ഇത് ചില്ലിനകത്ത് പോയിട്ട് ഇടിക്കാം, അല്ലെങ്കിൽ ഇതൊരാളെ പോയിട്ട് ഇടിക്കാം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്ച്വലി നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് ഇതിനെങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സെൻസർ ഡാറ്റാസ് എടുത്തിട്ട് ഇതിന് ഒബ്സ്റ്റക്കിൾ വരുന്ന സമയത്ത് ഇത് മൂവ് ചെയ്യുകയാണെങ്കിലും അവിടെ അതിനൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി വേണം. മുമ്പിലൊരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ അത് അവിടെ നിൽക്കണം എന്നുള്ളൊരു ക്യാപ്പബിലിറ്റി ഇതിന് വേണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഈ റൂമിൽ നിന്ന് റൂം നമ്പർ 3 പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുമ്പിൽ ഒരാൾ വന്നു. അപ്പോൾ മുമ്പിൽ ആൾ വരുന്ന സമയത്ത് ഇത് അവിടെ സഡൻലി സ്റ്റോപ്പ് ആവണം, അതിൻ്റെ മോഷൻ അത് കണ്ടിന്യൂ ചെയ്യരുത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഒബ്സ്റ്റക്കിൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാത്ത് റീപ്ലാൻ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് സജീവമായിട്ടുള്ള വീടുകളിൽ എത്തിയിട്ടുള്ള ആകെ റോബോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്ലീനിങ് റോബോട്ടുകളാണ്. അപ്പോൾ ആ ക്ലീനിങ് റോബോട്ടുകൾ നമ്മൾ രാവിലെ ഓണാക്കി ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ചെയ്യുന്ന സമയത്ത് മുമ്പിൽ ഒരു ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ അതെന്ത് ചെയ്യും, അതിൻ്റെ പാത്ത് റീപ്ലാൻ ചെയ്യും, ആ ഒബ്സ്റ്റക്കിളിനെ അവോയ്ഡ് ചെയ്തിട്ട് അത് പോകും. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു പാത്തിലൂടെ അത് പോകുന്നത്, അത് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ സെൻസർ ഡാറ്റാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യും. ആ മാപ്പിനകത്ത് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും ഏതൊക്കെ റൂമാണെന്നുള്ളത്. ആ മാപ്പ് പ്രകാരമായിരിക്കും ഇത് പോകുന്നത്. നമ്മുടെ ഗൂഗിൾ മാപ്പ് അനുസരിച്ച് നമ്മൾ പോകുന്ന പോലെ. അപ്പോൾ നമ്മളൊരു ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടോട്ട് പോകുമ്പോൾ ഇടയ്ക്കൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കും, വേറൊരു വഴി ഉണ്ടോ എന്നുള്ളത് നോക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് ഏതാന്ന് നോക്കിയിട്ട് അത് കൂടെയാണ് പോവുക. അപ്പോൾ അങ്ങനത്തെ ഡിസിഷൻ മേക്കിംഗ് ക്യാപ്പബിലിറ്റീസ് നമ്മുടെ റോബോട്ടിനും ആക്ച്വലി വേണം. സോ ആക്ച്വലി റോബോട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു മോട്ടറും ഇതുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് വലിയ ബുദ്ധിയൊന്നുമില്ല. ഇതൊരു ഡം മെഷീനാണ്, ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപയോഗം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഇതിന് ചിന്തിക്കാൻ ശേഷി നൽകുന്ന സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഏത് റോബോട്ട് എടുത്താലും, നമ്മളൊരു ഹ്യൂമനോയിഡ് റോബോട്ട് എടുത്താലും ഹ്യൂമനോയിഡ് റോബോട്ട് ആസ് എ മെഷീൻ അതിന് യാതൊരു തരത്തിലുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. നമ്മുടെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറൊക്കെ പോലെ തന്നെ അതിനകത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്, നമ്മുടെ കമ്പ്യൂട്ടറിനകത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ടും ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ച് അതിനൊരു ഓയിസും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് റോബോട്ടുകളുടെ കാര്യം. ഇത് ആസ് എ ഹാർഡ്വെയർ ഇതിന് പ്രത്യേകിച്ച് യാതൊന്നും തന്നെ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. നമ്മൾ അതിനെ പ്രോഗ്രാം ചെയ്ത് അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിനകത്താണ് ഇത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് ഡിസൈഡ് ചെയ്യുന്നത്. സോ റോബോട്ടിക് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫീൽഡ് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇത് വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്,
മനസ്സിലാക്കുന്നതും അതിനെപ്പറ്റി പഠിക്കുന്നതും അതിനെപ്പറ്റി ആറാണ്ടി ചെയ്യുന്നതും ഇതിനെക്കൊണ്ട് പുതിയ പുതിയ ഫങ്ഷണാലിറ്റീസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ വെച്ചിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇതിനെ ആസ് ഒരു സർവൈലൻസ് ബോട്ടായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. രണ്ട് ലൊക്കേഷനിലാണ് നമ്മളത് പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത്. ഒരു നൈറ്റ് സർവൈലൻസിന് വേണ്ടിയിട്ട് ഒരു ഫാം ഹൗസിലും ഇതിനെ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ ഈ ബാഗേജ് ഡിറ്റക്ഷനൊക്കെ വേണ്ടിയിട്ടും നമ്മളിതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് എന്താ പറയുക, ആൾക്കാർ ഇട്ടിട്ട് പോകുന്ന ബാഗേജുകൾ അത് ത്രെട്ടുള്ളതാവാം, ചിലപ്പോൾ അതിനകത്ത് എന്താണെന്ന് ഉള്ളതെന്ന് നമുക്കറിയില്ല. അപ്പോൾ പല സ്ഥലങ്ങളിലും VIPs ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ബാഗേജുകൾ ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് വർക്കുകൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ വലിയ ഫാം ഹൗസുകളിൽ നൈറ്റ് സർവൈലൻസിന് വേണ്ടിയിട്ട് ഇതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫാം ഹൗസുകളിൽ ഇതിനെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഈ റോവറുകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ 4 ചക്രത്തിൽ പോകുന്ന റോബോട്ടുകൾ ഉപയോഗിക്കുന്നതിൽ മേ ബി ചിലപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാം. കാരണം അത് പല ടെറൈനിലുള്ളതാണ്. അവിടെയാണ് ഇതിൻ്റെ കേപ്പബിലിറ്റി വരുന്നത്. ഇതിന് ആ ടെറൈനുകളെ ആക്സസ് ചെയ്യാനുള്ള കഴിവ് വലിയ രീതിയിലുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കല്ലുണ്ടെങ്കിൽ അത് ചാടിക്കിടക്കാനുള്ള കഴിവ് ഈ ബോട്ടിനുണ്ട്. അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ കയറാനുള്ള കഴിവുണ്ട്. അപ്പോൾ സ്റ്റെപ്പുകൾ കയറാന്ന് പറയുന്നത് വീലിൽ പോകുന്ന റോബോട്ടിന് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിങ്ങനത്തെ റോബോട്ടുകൾക്കേ പോസിബിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. അപ്പോൾ ഇതിന് സ്റ്റെപ്പുകൾ കയറാം, പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടെറൈനിൽ പോകാം, ഒരു സ്റ്റീപ്പായിട്ടുള്ള ഒരു ടെറൈൻ ആണെങ്കിൽ അതിൽ പോവാം, ഒരു ഡിക്ലൈൻഡ് ടെറൈൻ ആണെങ്കിൽ അതും ഇത് ബാലൻസ് ചെയ്തിട്ട് പോകും. അപ്പോൾ അങ്ങനത്തെ എല്ലാം കേപ്പബിലിറ്റി ഉള്ള ഒരു ബോട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസിനാണ് നമ്മൾ ഇതിനെ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് അക്കാദമിക് പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നടക്കുന്നത് റോബോട്ടിക് സോഫ്റ്റ്വെയർ തരത്തിലുള്ള റിസർച്ചുകളും കാര്യങ്ങളുമാണ്.